നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും തലവേദനയാകുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നിൽക്കുന്നതിനിടയിലാണ് എം എൽ എ സ്ഥാനവും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇരട്ടി പ്രഹരം. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ തൊണ്ടി തിരിമറി കേസിൽ ഇടതുപക്ഷ നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചതിന് പിന്നാലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതോടെ CPM-നും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയാകുന്നു. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 2 വർഷത്തിനു മുകളിൽ ശിക്ഷ ലഭിച്ചാൽ ഒരു ജനപ്രതിനിധിക്ക് നിയമസഭാ അംഗത്വം നഷ്ടപ്പെടും. ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഈ നിയമം നടപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകളുമായി മുന്നോട്ടു പോകുന്ന CPM-ന് ആന്റണി രാജുവിന്റെ MLA സ്ഥാനം നഷ്ടമായതോടെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ MLA സ്ഥാന നഷ്ടവും സംസ്ഥാന സർക്കാരിനും CPM പാർട്ടിക്കും ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെ MLA സ്ഥാനം തെറിച്ചതും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കാൻ കാരണമാകുന്നു. ഘടകകക്ഷിയിലെ അംഗമാണെങ്കിലും നിയമസഭാ സമ്മേളനവും തിരഞ്ഞെടുപ്പുമൊക്കെ അടുത്തിരിക്കുന്ന സമയത്തുള്ള ഈ തിരിച്ചടി അണികൾക്കിടയിലും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.